ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചു. ഇനി നിശബ്ദ പ്രചാരണമാണ്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രനുണ്ട്. അതുല്യ, ഇന്നത്തെ ദിവസം ഏതാണ്ട് അവസാന മണിക്കൂറുകളല്ല, ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ പരസ്യ പ്രചാരണത്തിന്റെ റാലികൾ അത്തരത്തിൽ ആ പട്ടണം മുഴുവൻ ജനസാഗരമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ ഒരു പരസ്യ പ്രചാരണം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ കൊട്ടിക്കലാശം ആരംഭിക്കുന്നത് എങ്കിൽ പോലും രാവിലെ തൊട്ടേ പാലക്കാടൻ വീതികളിൽ ആ ഒരു പ്രചാരണ ചൂട് ദൃശ്യമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. 4 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 3-3:30 കൂടിയെല്ലാമാണ് സ്ഥാനാർത്ഥികളടക്കമുള്ളവർ ഈ ജാഥ അല്ലെങ്കിൽ പ്രകടനം ആരംഭിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേർന്നതെങ്കിലും ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴേക്കും തന്നെ 3 മുന്നണികളുടെയും ജാഥ ആരംഭിക്കുന്ന ആ ഒരു കേന്ദ്രങ്ങൾ സ്ഥാനാർത്ഥികളുടെ പിന്തുണയ്ക്കുന്ന ആളുകളെയും അവരുടെ കട്ടൗട്ടുകളും വർണ്ണക്കൊടികളും ബലൂണുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. CPIM എന്ന മുന്നണിയുടെ ജാഥ ആരംഭിക്കുന്നത് വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്നായിരുന്നു. അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ചാണ് സുൽത്താൻപേട്ട് ജംഗ്ഷൻ വഴി KSRTC ബൈപ്പാസ് വഴി ഇവിടെ സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നത്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ ജാഥ അല്ലെങ്കിൽ പ്രകടനം ആരംഭിക്കുന്നത് മേലാമുറി ജംഗ്ഷനിൽ നിന്നും, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത് ആരംഭിക്കുന്നത് ഒലവക്കോട് നിന്നുമായിരുന്നു. ഏതാണ്ട് 3 മുന്നണികളും 4 മണിയോടുകൂടി തന്നെ പ്രകടനം ആരംഭിച്ചിരുന്നു. കുറച്ചെങ്കിലും വൈകിയത് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ ഒരു പ്രകടനമാണ്. എങ്കിൽ പോലും അവസാന നിമിഷമാകുമ്പോഴേക്കും എല്ലാവരും ഏതാണ്ട് 5:30 തന്നെ അല്ലെങ്കിൽ 5:30 ആകുമ്പോഴേക്കും തന്നെ ആ ഒരു സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. അവരവരുടെ ശക്തി കേന്ദ്രങ്ങളെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ആ ശക്തി കേന്ദ്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ മുന്നണികളും തികഞ്ഞ ആവേശത്തിൽ ഈ പാലക്കാടൻ കോട്ടയിലേക്ക് എത്തിച്ചേർന്നത്. ഏതാണ്ട് വലിയ ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ വലിയ ജനബാഹുല്യം തന്നെ പാലക്കാട് ഇന്ന് കാണാൻ കഴിഞ്ഞു. പാലക്കാടൻ കോട്ട എന്ന് പറയുമ്പോൾ തന്നെ പ്രതീകാത്മകമായ ഒരു യുദ്ധം അവിടെ നിലകൊള്ളുന്നുണ്ട്. എന്നാൽ ഇതുവരെ പാലക്കാട് കാണാത്ത ഒരു ത്രികോണ പോര് അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരമാണ് പാലക്കാട് ഇക്കുറി കാണാൻ കഴിയുന്നത്. ഇതുവരെ ഇല്ലാത്ത ആവേശം, ഇതുവരെ ഇല്ലാത്ത ആഘോഷം, ഇതുവരെ ഇല്ലാത്ത വിവാദങ്ങൾ അടങ്ങിയ ഒരു പ്രചാരണമായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി പാലക്കാട് ഉണ്ടായിരുന്നത്. ഇതിനോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കര, വയനാടൻ മണ്ഡലങ്ങളെ പോലും വിസ്മൃതിയിലാഴ്ത്തിക്കൊണ്ടാണ് പാലക്കാടേക്ക് ജനശ്രദ്ധ ഉണ്ടായിരുന്നത്. ആ ജനശ്രദ്ധയുടെ ഏറ്റവും അവസാന ദിനം അല്ലെങ്കിൽ അവസാന മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയത്. കൃത്യം 6 മണിക്ക് തന്നെ ഈ ഒരു പ്രചാരണം, പരസ്യ പ്രചാരണത്തിന്റെ ഔദ്യോഗിക പരിമിതി അല്ലെങ്കിൽ ഔദ്യോഗിക ദൈർഘ്യമായ 6 മണിക്ക് തന്നെ പ്രചാരണം കൊട്ടിക്കലാശം കൃത്യമായി അവസാനിച്ചിട്ടുണ്ട്. കരുതിയതുപോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ പിഴവുകളോ സംഘർഷങ്ങളോ ഒന്നുമില്ലാതെ ഈ ഒരു ആവേശം മാത്രം മുതലാക്കിക്കൊണ്ട് ഈ ഒരു പ്രകടനങ്ങൾ കടന്നുപോയി എന്നുള്ളതാണ്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒലവക്കോട് നിന്ന് ആദ്യം യാത്ര ആരംഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രകടനമാണ്. നീല ട്രോളി ബാഗുമായി തന്നെയാണ് ആ ഒരു പ്രകടന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒലവക്കോട് നിന്ന് യാത്ര ആരംഭിക്കുന്ന ആ ഒരു വാഹനത്തിലേക്ക് രാഹുൽ എത്തിയത്. ട്രോളാനാണോ ട്രോളി കൊണ്ട് വന്നത് എന്നുള്ള ചോദ്യത്തോട് വളരെ സരസമായി അതെന്റെ ബാഗാണ്, വസ്ത്രം മാറാനുള്ള ബാഗാണ്, അതിലപ്പുറം ഒന്നുമില്ല എന്ന ഒറ്റ വാചകത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട്, എന്നാൽ അതേസമയം ആ ട്രോളിയെ എംഫസൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജനബാഹുല്യം അദ്ദേഹത്തിന് പിന്നിലും ഉണ്ടായിരുന്നു. വിവാദങ്ങളെ ഭയക്കുന്നില്ല എന്ന രീതിയിൽ കേരളം ഞെട്ടുന്ന ഭൂരിപക്ഷത്തിൽ, കേരളം ഇതുവരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് ജയിച്ചു കയറുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതേ ആത്മവിശ്വാസം പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതേ ആത്മവിശ്വാസത്തിന് പിന്തുണയേകിക്കൊണ്ട് ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ റോഡ് ഷോയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം BJP വിട്ട് വെറുപ്പിന്റെ പാളയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിൽ വന്ന് അംഗത്വം എടുത്ത സന്ദീപ് വാര്യരുടെ സാന്നിധ്യമാണ്. റോഡ് ഷോയിൽ ആ ഒരു ജാഥാ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടപ്പുറത്തായി തോളോട് തോൾ ചേർന്ന് നിന്നിരുന്നത് സന്ദീപ് വാര്യരായിരുന്നു. മറുവശത്തുണ്ടായിരുന്നത് രമേശ് പിഷാരടി, അതോടൊപ്പം തന്നെ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർ ആ ഒരു ജാഥാ വാഹനത്തിൽ ഉണ്ടായിരുന്നു. മത്സരം അതിൻ്റെ അവസാന റൗണ്ടുകളിലേക്ക് എത്തുന്തോറും പിന്തുണ കൂടിക്കൂടി വരികയാണ് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. വളരെ ഈസിയായി ഓടിക്കയറാവുന്ന ഒരു മത്സരമായാണ് ഇതിനെ കാണുന്നത്. വലിയ ജനബാഹുല്യം, ഈ ആളുകളുടെ പിന്തുണ തന്നെ അതിന് തെളിവല്ലേ എന്ന് തനിക്ക് പിന്നിൽ അണിനിരുന്ന ജനക്കൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുമെല്ലാം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മറുപടി പറഞ്ഞത്. ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ മറ്റു മുന്നണികളും പിറകിൽ
മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ അറിയിച്ചെത്തിയ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ പാലക്കാട് ചരിത്രം മാറ്റിയെഴുതുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. C. കൃഷ്ണകുമാർ വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടെ സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരായ നാട്ടുകാരോട് അവരോട് അതേ രീതിയിൽ താതാത്മ്യപ്പെടാൻ കഴിയുന്ന ഒരാളെയാണ് ആവശ്യം. അത് C. കൃഷ്ണകുമാറിന് കഴിയുമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ അതേ പാലക്കാടൻ നാട്ടുനന്മ തന്നെ ആയുധമാക്കിക്കൊണ്ടാണ് P. സരിനെയും CPM അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് ഇതിനു മുൻപ് അദ്ദേഹം മത്സരിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ തന്ത്രങ്ങൾ, സ്റ്റെതസ്കോപ്പ് കഴുത്തിലിട്ടുകൊണ്ട് കുട്ടികളും മറ്റും പ്രചാരണത്തിന് എത്തിയിരുന്ന ആ ഒരു കാഴ്ച കൗതുകത്തോടൊപ്പം തന്നെ വലിയ രീതിയിലൊരു പ്രചാരണ തന്ത്രം കൂടിയാണ് എന്നുള്ളതാണ്. ഒറ്റപ്പാലത്തിന്റെ ഡോക്ടർ ബ്രോ എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ആദ്യം മത്സരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണയും അതേ പാലക്കാടിന്റെ ഡോക്ടർ ബ്രോ എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സരിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. MP രാജേഷ് പറഞ്ഞത് UDFനെ കടപുഴക്കി കടലിലെറിയുമെന്നാണ്. 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മുന്നണികൾ അവകാശപ്പെടുന്നത്. എന്തായാലും ആവേശം അതിന്റെ പരകോടിയിലെത്തി, അതിന്റെ പരിസമാപ്തിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ആരംഭിച്ച ഈ ഒരു പ്രചാരണ ചൂട് അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിന്റെ ആ ഒരു കാത്തിരിപ്പ്, അതിന്റെ ആവേശം ഇപ്പോഴും അണികൾക്കുള്ളിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. പക്ഷേ സാങ്കേതികമായി 6 മണിക്കെല്ലാം അവസാനിപ്പിക്കണമെന്ന ആ ഒരു നിബന്ധന അനുസരിച്ച് ഇപ്പോൾ ആളുകളെല്ലാം പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു മാസത്തിലേറെക്കാലമായി നീണ്ടുനിന്ന ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ, പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. മറ്റന്നാൾ പാലക്കാട് വിധിയെഴുതും. ആൾക്കൂട്ടം വോട്ടായി മാറുമോ എന്നറിയാൻ ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പുണ്ട്. ആ ഒരു ദിവസത്തിന് ശേഷം 23-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം ആൾക്കൂട്ടം വോട്ടായി മാറിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച്. വിവരങ്ങൾ നൽകിയത്, സമഗ്രമായി തന്നെ വിവരങ്ങൾ നൽകിയത് അതുല്യയാണ്.